എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. പ്രതിമാസം 1000 രൂപ പെൻഷനായി ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഓൺലൈൻ പ്രോസസ്സ് അടങ്ങിയ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് മുകളിലായി ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയിട്ടുള്ള മാനദണ്ഡങ്ങളും അനുബന്ധ നിർദ്ദേശങ്ങളും എന്തൊക്കെയാണെന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന സാമൂഹിക പദ്ധതികളിൽ ഒന്നിലും ഗുണഭോക്താക്കളാകാത്തവരും അന്ത്യോദയ അന്ന യോജനയിലും, അതായത് മഞ്ഞ റേഷൻ കാർഡുള്ളവരും, അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗങ്ങളിലും PHH പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരുമായ 35നും 60 വയസ്സിനും ഇടയിലുള്ള ട്രാൻസ് വുമൺ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ സ്കീം. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ, അതായത് 60 വയസ്സ് കഴിയുന്നത് മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുന്നത്. നാലാമതായി പറഞ്ഞിരിക്കുന്നത് പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം 1000 രൂപ ആയിരിക്കും. അടുത്തത് വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, വിവിധതരം സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ, അതായത് ഫാമിലി പെൻഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, EPF പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. തുടർന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻ, സംസ്ഥാനത്തിനകത്തു നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, പദ്ധതികൾ, സർവകലാശാലകൾ, മറ്റ് സ്വയംഭരണ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകുന്നതാണ്. തുടർന്ന് പറഞ്ഞിരിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ളവർക്കാണ് ഇപ്പോൾ ആനുകൂല്യം ലഭിക്കുന്നത്. ഈ റേഷൻ കാർഡുകൾ, ഈ മുൻഗണനാ റേഷൻ കാർഡുകൾ നീല വെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകുന്നതാണ്. അതായത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ആനുകൂല്യത്തിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. അടുത്തത് ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. മറ്റൊരു മാനദണ്ഡം ഇതാണ്, എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതാണ്. ഇത് ഓൺലൈൻ അപേക്ഷയിൽ നമുക്ക് കുറേ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ഈ സത്യപ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഗുണഭോക്താവ് 1 മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപേക്ഷ അയക്കുന്നതിനാവശ്യമായ പ്രധാനപ്പെട്ട രേഖകൾ: 1 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മറ്റൊന്ന് ആധാർ നമ്പർ, പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബാങ്ക് ഡീറ്റെയിൽസാണ്. പാസ്ബുക്കിലെ അക്കൗണ്ട് നമ്പരും IFSC കോഡും ഒക്കെ നൽകേണ്ടി വരും. കൂടാതെ പ്രായം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയാണ്. ഇവയുടെ അഭാവത്തിൽ ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റും ഉപയോഗിക്കാവുന്നതാണ്. മെഡിക്കൽ ഓഫീസർ നൽകുന്ന ഏജ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്ന വിധം സേവന പെൻഷൻ അപേക്ഷിക്കുന്ന വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. വീഡിയോ ലിങ്ക് കൊടുത്തിരിക്കാം. ആധാർ ഒരു ഏജ് പ്രൂഫായിട്ട് ഇപ്പോൾ സ്വീകരിക്കുന്നതല്ല. ഇതിന് മാത്രമല്ല, ഒരു ഗവൺമെൻറ് അപേക്ഷയ്ക്കും ആധാർ ഒരു ഏജ് പ്രൂഫായിട്ട് സ്വീകരിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം, അനർഹമായ ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും, അതായത് തെറ്റായ വിവരങ്ങൾ നൽകി അപേക്ഷിച്ച് ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും കൈപ്പറ്റിയ തുകയുടെ 18% പലിശ സഹിതം തിരികെ ഈടാക്കുന്നതാണ്. പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ഓരോ വർഷവും ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.